സത്യം പറഞ്ഞ എട്ടിക്കുളം ഞങ്ങളെ നിരാശരാക്കിയില്ല. എട്ടിക്കുളം പറഞ്ഞത് അതൊരു അത്ഭുതമാണ്. അത് വേറൊരു ലോകാണ്. ഞങ്ങളെ എത്തണ തന്നെ വൈകുന്നേരമാണ്. വൈകുന്നേരം വരുമ്പോ കാണുന്ന കാഴ്ച എന്ന് പറയുന്നതാ ഫുട്ബോൾ കളിക്ക ചെക്കന്മാര്, അതും കടലിന്റെ തീരത്ത്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ തന്നെ മലപ്പുറത്താർക്കും അല്ല കേരളത്തിലുള്ള ഏത് ജില്ലയുള്ളവർക്കും ഒരു പ്രത്യേക വികാരമാണ്. ഈ തിരമാല ഇങ്ങനെ വീശടിക്കണം, അതിന്റെ സൈഡിൽ ഫുട്ബോൾ കളിക്കുന്ന ചെക്കന്മാര്, ആ കാഴ്ച വല്ലാത്തൊരു അനുഭൂതി. പിന്നെ ചൂണ്ടലിടുന്ന ആളുകള് അതിൽ ജുനേദൊക്കെ പോയി ഇരിക്കുന്നുണ്ട്, എന്തിനറിയില്ല. പിന്നെ ഞങ്ങള് അവിടെ ടെന്റ് ചെയ്തിട്ട്, അതായത് ആ ബീച്ചിൽ ഞങ്ങൾ ടെന്റ് അടിച്ച് താമസിച്ചിട്ട് രാവിലെ എണീക്കുമ്പോ കാണുന്ന കാഴ്ചതാണ് തിരമാല ഇങ്ങനെ വീശുക. സംഭവം സൂര്യൻ ഉദിച്ചില്ലായിരുന്നു. ആ സൺറൈസ് ഒക്കെ ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ കിട്ടിയ അനുഭൂതി ഒരു രക്ഷയില്ല. പിന്നെ ഇവിടെ ഉള്ള ആളുകളൊക്കെ നട്ടപ്പാതിരിക്ക് മീൻ പിടിക്കാൻ പോണ സൗണ്ടൊക്കെ ഞങ്ങൾ കേട്ടിരുന്നു, പക്ഷെ എണീറ്റില്ല. കാരണം വെറുതെ ഉറക്കളി ഉണ്ടല്ലോ. ഓരൊക്കെ പോയി മടങ്ങി വരുന്നതൊക്കെ ഇങ്ങനെ കാത്തിരുന്ന്. ഇതിന്റെ ഇടയിൽ നമ്മളെ നാട്ടില് കോഴിക്കള് ചിക്കണ പോലെ ഉണ്ട്, തൊട്ടപ്പുറത്ത് മയിലുകൾ ചിക്കണ്. ഏതായാലും കുറച്ചു നേരം ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരുന്നപ്പോഴാണ് കുറച്ച് ആൾക്കാർ എത്തിയിട്ടുണ്ട് തിരിച്ച്. പിന്നെ കുറെ ആളുകൾ വരുന്നുണ്ട്, വന്നവര് ഇതൊക്കെ റെഡി ആക്കുന്നുണ്ട്. വന്ന ആളുകള് ആ വഞ്ചി എടുത്തിട്ട് കരക്ക് കയറ്റിട്ട് അത് മറിച്ചിടും. എന്തിനാണ്, എന്താണ് അതിന്റെ പർപ്പസ് ഞങ്ങൾ ചോദിച്ചില്ല. വെള്ളിയാഴ്ചയാണ്, ഏതായാലും വെള്ളം കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പൊ ചെരിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വെള്ളം കാര്യങ്ങളും ഊറികളും വെറ്റിയെന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എന്തായാലും അവര് ഇറങ്ങൂലെന്ന് കടലിലേക്ക് ഇറങ്ങൂലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാരും ആ വഞ്ചി രണ്ടെണ്ണം ഞാൻ വലിച്ചു കയറ്റിയാണ്. ഒന്നല്ല, ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് സംഭവം. കൊറേ വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാ. നല്ല പെടക്കണ അയിലുണ്ട്. പിന്നെ ഈ കിട്ടിയ മീനും കൊണ്ട് ഇവര് തൊട്ടപ്പുറത്ത് തന്നെ ഇവർക്കൊരു ഷെഡും കാര്യങ്ങളും ഉണ്ട്. ഈ വലയും താങ്ങി പിടിച്ചിട്ട് ആ ഒരു ഷെഡിലേക്കാണ് ഇവര് പോണത്. ആ ഷെഡ് പോയിട്ട് അവര് ഈ മീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. വലയെന്ന് കുടുങ്ങി. അത് എന്താ അറിയോ, കടലല്ലേ, ഒരു ഭാഗത്ത് അയില ഒരു ഭാഗത്ത് മത്തി, അങ്ങനെയല്ലല്ലോ. ഏത് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങ് ഓടുമ്പോഴാണ് ഈ വല കുടുങ്ങണത്. ആ വലയുടെ അയില ഒരു ഭാഗം മത്തി ഒരു ഭാഗമൊക്കെ ആയിട്ട് വേർതിരിക്കാണ് സംഭവം കാണുന്നത്. അവര് വലയെന്ന് മീനൊക്കെ വേർതിരിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങളെ ടേബിളും ചെയറൊക്കെ സെറ്റ് ചെയ്ത് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് നട്ടുച്ചയായപ്പോ നല്ല കത്തണ വെയില്. പിന്നെ ഒന്നും നോക്കിയില്ല, സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് അടുത്തൊരു കുളിക്കാനുള്ള സ്പോട്ട് ഉണ്ടെന്നുള്ളൊരു വിവരം കിട്ടി. അപ്പോൾ ഒരു സീ ബാത്ത് അങ്ങോട്ട് പാസ്സാക്കാന്ന് വിചാരിച്ചിട്ട് ടെന്റും കാര്യങ്ങളൊക്കെ മടക്കി ആ കുളിക്കാൻ പോവാണെങ്കിൽ ഇതിനേത് ടെന്റ് മടക്കൽ പ്രക്രിയയിലാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ പോവാൻ. 2 സെക്കൻഡ് ഡെക്കാത്തലോൺ ടെന്റുകൾ 2 സെക്കൻഡ് കൊണ്ട് പറയെങ്കിലും എന്നാലും എളുപ്പമല്ല, ഞാൻ മറ്റേ കാണത്രോ. അങ്ങനെ ടെന്റ് ഏകദേശം സെറ്റായി. ഇനി എല്ലാം പാക്ക് ചെയ്തിട്ട് അടുത്ത സ്പോട്ട്, കുളിക്കാനുള്ള സ്പോട്ട് പോയേക്കാം. പുതിയ വെട്ടിയ വഴിയാണ്, അതാ പ്രശ്നം. നമുക്കിനി കുളിക്കാൻ വേണ്ടി അങ്ങോട്ടാണ്, ആ തലക്കല്. ഇന്നലെ ആളുണ്ടല്ലോ, അതൊക്കെ ആൾക്കാരാണല്ലേ. ഞാൻ 2 മാത്രമേ കാണുന്നുള്ളൂ. ഇതാ ഇവിടെയുള്ള ചെക്കന്മാർ കാണിച്ചെന്നാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. ഇവരുടെ വീടിൻ്റെ താഴെയായിട്ടാണ് ഇങ്ങനെ ഒരു ബീച്ച് വരുന്നത്. ഈ ഒരു കണ്ടത്തിലൂടെ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങണം. ആയല്ലേ കിയാൻ പറഞ്ഞാണ് അടച്ചോനെ, ആദ്യമായിട്ടാ കടലിക്കൊക്കെ ഇറങ്ങണേ ജീവിതത്തിൽ. തവക്കൽത്തു അല്ലല്ല, പടച്ചോനെ കാത്തോളണേ. കുതാ കടലില് കുളിച്ചില്ല. തിരമാല കൊണ്ടുപോവോ അടച്ചോനെ. അയ്യോ മുങ്ങി. അങ്ങോട്ട് എവിടേക്കറ്റം പോകാന്ന് ആശാൻ പറഞ്ഞ്. പോയി നോക്ക, ചെല്ലകളൊക്കെ ചെല്ലിക്കട്ടോ. ആ അങ്ങോട്ട് കൊണ്ടുപോ. അയ്യോ തൊള്ളേക്കാക്കിക്ക ഇപ്പൊ ആക്കി വെക്കണുള്ളൂ. നേരത്തായിന്
നീന്താൻ അറിയുന്നോണ്ട് സീനില്ലാന്നാ പറഞ്ഞ്. കടൽ കൊണ്ടായാലും തിരിച്ചിങ്ങോട്ട് കൊണ്ടുപോയിടും. പിന്നെ ജുനൈദിനെ കൊണ്ടാൽ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുപോയിടും. കുറച്ചേരെ പൂതി ഉണ്ടാവുള്ളൂ കടലിന്. അയ്യോ സേഫ്റ്റിക്ക് ഏതായാലും 2 ആളെ വെച്ചിരുന്നു കേട്ടോ ഈ കുതിരളിയൊക്കെ. അല്ല നീന്തറിയുകൊണ്ട് ഒരുവിധം സീനില്ല. അങ്ങനെയൊക്കെ പറഞ്ഞേ, ബാക്കി കടലിനെ അറിയുള്ളൂ. കിണറുണ്ട്, നല്ല വെള്ളമാണ്. നല്ല സ്പോട്ട്, നല്ല ബീച്ചും. കേറി പോകാൻ തോന്നില്ലല്ലേ? കടലില് കുളിക്കണ നല്ല ശരീരത്തിന് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടെ. ഇച്ചി ചോയ വന്നിട്ടാണ് ഇത് ഈ സാധനം നമ്മുടെ വണ്ടിയിലുള്ള അടിച്ച് കടിച്ച് കയറ്റുന്നത്. എത്ര ഉപ്പുണ്ടത്? നല്ല ഉപ്പാട്ടാ കടലോളം. പെരുപ്പടാ, എന്തൊരു ഉപ്പ്. കോഴിക്കോട് ഇത്രല്ലോ കുറച്ച് വെള്ളം നമുക്ക് ഉപ്പിലാക്കി കോഴിക്കോട് ഇത്രല്ലോ. അല്ല കഞ്ഞിക്ക് ഉപ്പിടണ്ടടാ, ഇതെടുത്തിട്ടാ മതി. ഉണക്കി വിറ്റാലോ? ഉപ്പിന്റെ പരിപാടി തുടങ്ങിയാലോ? ഉപ്പിന്റെ പരിപാടി ഇത് ഉണക്കി വിറ്റാ മതി. എന്തൊക്കെ പരിപാടിയാണ് കൊറേ പരിപാടിയാണ്. നല്ല ഒരു പരിപാടിയല്ലോ. നാട്ടിലെത്തുമ്പോൾ ഇഷ്ടംപോലെ പരിപാടിയാണ്. ട്രിപ്പ് തുടങ്ങിയാറെ കൊറേ പരിപാടികൾ കണ്ടുവെച്ചാണ്. നാട്ടിലെത്തുമ്പോത്തിന് ഒരു 100-100 ആൾക്കാരെ കണ്ടുപിടിച്ചോണ്ടി വരും. ഓരോന്നോരോന്ന് ചെയ്യാം. നിസാമിന്റെ ഉണ്ടാവില്ല ആൾക്കാര്. എല്ലാ ബിസിനസ്സിലുള്ള ആൾക്കാർ. കടൽ നമ്മളെ പഴയ വ്യൂ, ഇവിടുന്ന് വരുമ്പോഴുള്ള വ്യൂ എന്താ വ്യൂ. അങ്ങനെ നമ്മളെ കടൽ കുളി കഴിഞ്ഞ് ഇനി ഒരു കിണർ കുളി ബാക്കിയുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞാൽ കുറച്ച് എണ്ണയും കൂടി തേച്ച് പൊരിച്ചാൽ മതിയാവും മുളക് വെച്ചിട്ട്. നമ്മളെ ബീച്ച് ഇതിനടുത്തൊരു കിണറുണ്ട്, അവിടെ പോയി മര്യാദയ്ക്ക് ഒന്നൊരു കുളി പാസ്സാക്കണം. ജുനൈദാ കയറ് കളഞ്ഞാണ് ആ ബക്കറ്റിന്റെ. ഇപ്പൊ നാട്ടുകാരെ എടുത്തിട്ട് അടിച്ചു കാറും കിട്ടിയോ? ജുനൈദ് ജുനൈദ് കിട്ടി. എവിടേക്കെത്തും? ഇത് ചലഞ്ചാണ് കേട്ടോ. അതാ ശേ എങ്ങനെ വാങ്ങുക? തലനാരിയൊക്കെ രക്ഷപ്പെട്ടാണ്. ആ കയറും കൊണ്ടുപോയി കളഞ്ഞ് നാട്ടുകാർ എടുത്തിട്ട് അടിച്ചേണ്ടേനെ. ഏതോ ഭാഗ്യത്തിനെ കിട്ടി. കയറാണ് അത് ശരിയാണ്. അവിടെ കല്ലും വേണ്ടല്ലേ. ഏതായാലും അലക്കിയൊക്കെ ഒന്ന് ഉണക്കിയെടുക്കട്ടെ. കേരളത്തിൻ്റെ ഏത് ജില്ലയിൽ പോയാലും പിന്നെ ഫുട്ബോൾ ഗ്രൗണ്ടില്ലാണ്ട് നിൽക്കൂല. വയനാടും കണ്ട്, കാസർഗോഡും കണ്ട്, കണ്ണൂർ അവിടെ വന്നപ്പോൾ ഇവിടെ ഉണ്ട്. ഏതായാലും ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ കോഴിക്കോടിലേക്ക്